ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കാൻ പോകുന്ന യൂണിറ്റ് 4 ആണ്, അതായത് പോളിമേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം പോളിമേഴ്സ് എന്താണെന്ന്. ചെറുതിലെ തൊട്ട് നമ്മൾ പോളിമറൈസേഷൻ റിയാക്ഷൻസ് അതിൻ്റെ എക്സാമ്പിൾസൊക്കെ കണ്ടുവരുന്നതാണ്. എങ്കിലും നമുക്ക് ഫ്രം ദ ബേസിസ് ഓൺലി വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. A polymer is a substance or material consists of a very large molecules or macromolecules composed of many repeating units. അതായത് നമുക്കറിയാം ഒരു പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്. അതിനകത്ത് പോളിമർ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് മോളിക്യൂളാണ്. അതിനകത്ത് ധാരാളം സ്മോളർ ആയിട്ടുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് കാണും. In other words, we can say that a polymer is a large molecule made up of chains or rings of linked repeating units which are called monomers. ഇനി ആ പോളിമേഴ്സിനകത്ത് വരുന്ന റിപ്പീറ്റിംഗ് യൂണിറ്റ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? മോണോമേഴ്സ്. യൂഷ്വലി ഈ പോളിമേഴ്സിന് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും കാണുക. Because molecule consists of many monomers and polymers tend to have high molecular masses. അപ്പോൾ ഇതിനകത്ത് ധാരാളം മോണോമേഴ്സ് കൂടിച്ചേർന്നാണ് പോളിമേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ വെരി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും പോളിമേഴ്സിന് കാണുക. ഇനിയും പോളിമർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് വന്നതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. പോളി എന്ന് വെച്ചാൽ മെനി എന്ന മീനിങ് വരും. അതുപോലെ തന്നെ മർ എന്ന് വെച്ചാൽ പാർട്സ് എന്നുള്ള മീനിങ് വരും. ദ വേർഡ് വാസ് കോയിൻഡ് ബൈ സ്വീഡിഷ് കെമിസ്റ്റ് ജോൺസ് ജേക്കബ് ഇൻ 1833. അപ്പം സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദി മോഡേൺ ഡെഫിനേഷൻ. അപ്പം മോഡേൺ ഡെഫിനേഷനിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പോളിമർ എന്ന് പറയുന്ന ഒരു വേർഡിനെ പറ്റി പറഞ്ഞത്. പക്ഷേ ആദ്യമേ തന്നെ പോളിമർ എന്ന് പറയുന്നൊരു വേർഡ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. ഇനിയും പോളിമേഴ്സിന് നമുക്ക് 2 കാറ്റഗറീസായിട്ട് തിരിക്കാൻ പറ്റും, നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് പോളിമർ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നാച്ചുറലി ഉള്ള പോളിമേഴ്സിനെ നമ്മൾ നാച്ചുറൽ പോളിമേഴ്സ് എന്നും സിന്തറ്റിക് അല്ലെങ്കിൽ മാൻ മെയ്ഡ് ആയിട്ടുള്ള പോളിമേഴ്സിനെ നമ്മൾ സിന്തറ്റിക് ഓർ മാൻ മെയ്ഡ് പോളിമേഴ്സ് എന്നും പറയുന്നു. നാച്ചുറൽ പോളിമേഴ്സ് ഓർ ഓൾസോ നോൺ ആസ് ബയോപോളിമേഴ്സ്. അപ്പം നാച്ചുറൽ പോളിമേഴ്സിനെ ബയോപോളിമേഴ്സ് എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്? സിൽക്ക്, റബ്ബർ, സെല്ലുലോസ, വൂൾ, ആംബർ, കെരട്ടിൻ, കൊളാജൻ, സ്റ്റാർച്ച്, DNA ആൻഡ് ഷെല്ലാക്. ബയോപോളിമേഴ്സ് serve key functions in organisms acting as a structural proteins, functional proteins, nucleic acids, structural polysaccharides and energy storage molecules. അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ ഈ പറയുന്ന ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് പോളിമേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കുറച്ച് നാച്ചുറൽ പോളിമേഴ്സ് ഉണ്ട്. അതായത് എന്താ പറയുക, കൊളാജൻ, സ്റ്റാർച്ച്, DNA ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ഫങ്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം എന്ത് തന്നെയാണ്? പോളിമേഴ്സ് തന്നെയാണ്. സോ ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ പോളിമേഴ്സ് അല്ലെങ്കിൽ ബയോപോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബയോപോളിമേഴ്സ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ബയോളജിക്കൽ ഫങ്ഷൻസിന് ഈ പോളിമേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Synthetic polymers are prepared by a chemical reaction, often in a lab. Examples of a synthetic polymers include PVC, polystyrene, synthetic rubber, silicone, polyethylene, neoprene and nylon. Synthetic polymers are used to make plastic, adhesives, paints, മെക്കാനിക്കൽ പാർട്സ് ആൻഡ് മെനി കോമൺ ഒബ്ജക്ട്സ്. ഇനിയും സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മാൻമെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത്, ഓഫൺലി നമ്മൾ ലാബിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാൻമെയ്ഡ് പോളിമേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതിൻ്റെ എക്സാമ്പിൾസ് എന്താണ്? PVC, പോളിസ്റ്റൈറിൻ, നിയോപ്രീൻ, നൈലോൺ, അതൊക്കെയാണ് നമ്മൾ എന്താ പറയുക സിന്തറ്റിക്. PVC പൈപ്പുകൾ, നൈലോൺ ഡ്രസ്സുകൾ, പിന്നെ നിയോപ്രീൻ, സിന്തറ്റിക് റബ്ബറുകളുടെ ഒരു കാറ്റഗറിയാണ് അതെല്ലാം വരുന്നത്. പിന്നെ പോളിത്തീൻ കവറുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? സിന്തറ്റിക് പോളിമേഴ്സാണ്. ഇനിയും മെയിൻലി നമ്മൾ ഈ സിന്തറ്റിക് പോളിമേഴ്സിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കാനായിട്ട്, പെയിൻറ്റുകളിൽ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ പാർട്ടുകൾ, അഡിസീവ്സ്, അപ്പോൾ അതുപോലുള്ള യൂസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സിന്തറ്റിക് പോളിമേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനിയും ഈ സിന്തറ്റിക് പോളിമേഴ്സിനെ തന്നെ നമുക്ക് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം: തെർമോസെറ്റ് പ്ലാസ്റ്റിക് ആൻഡ് തെർമോപ്ലാസ്റ്റിക്. അതായത് തെർമോപ്ലാസ്റ്റിക് എന്ന പേരിലും തെർമോസെറ്റ് പ്ലാസ്റ്റിക് എന്ന പേരിലും 2ആയിട്ട് നമുക്ക് ഈ സിന്തറ്റിക് പോളിമറിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും എന്താണ് തെർമോസെറ്റ് പ്ലാസ്റ്റിക്? Are made from a liquid or soft solid substance that can be irreversibly changed into an insoluble polymer by curing using heat or radiation. Thermoset plastics tend to be rigid and have high molecular formula. ഇനിയും
ഈ തെർമോസെറ്റ് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? യൂഷ്വലി നമ്മളൊരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോളിഡ് മെറ്റീരിയലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലിക്വിഡിൽ നിന്നോ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന പോളിമറാണ് തെർമോസെറ്റ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കും? നമ്മൾ ഹീറ്റോ വെരി ഹൈ ഹീറ്റ് അപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ റേഡിയേഷൻ വഴിയൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ഈ തെർമോസെറ്റ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ തെർമോസെറ്റ് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ അതെന്താണ്? ഒരു ഇൻസോളിബിൾ പോളിമറാണ്. ഇനിയും ഇത് ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഒരു പോളിമറും കൂടെ ആയിരിക്കും. ആൻഡ് ഇറ്റ് ടെൻ ടു ബി റിജിഡ്. അത് വളരെ റിജിഡ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആയിരിക്കും. റിജിഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആയിരിക്കും. The plastics stay out of the shape when deformed and typically decompose before they melt. Examples of thermoset plastic include epoxy, polyester, acrylic resins, polyurethanes and vinyl esters. Bakelite, Kevlar and vulcanized rubbers are also thermoset plastic. അപ്പോൾ ഇതൊക്കെ തെർമോസെറ്റ് പ്ലാസ്റ്റിക്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓൾ ദീസ് ആർ പോളിമേഴ്സ് ഓൺലി. ഇനി നമ്മൾ ഇതിനെ ഈ തെർമോസെറ്റ് പ്ലാസ്റ്റിക്കിനെ നമ്മൾ എന്താ പറയുന്നത് ഡീഫോം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ഷേപ്പിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അത് പിന്നീട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ ഇതിനകത്തൊരു ഷേപ്പ് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് ആ ഷേപ്പിൽ തന്നെ കാണും, അല്ലാതെ തിരിച്ചതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് അത് തിരികെ വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കാണ് എന്ത് തെർമോസെറ്റ് പ്ലാസ്റ്റിക്കുകളെന്ന് പറയുന്നത്. ഇനി അടുത്ത തെർമോ പ്ലാസ്റ്റിക് പോളിമേഴ്സ്. അടുത്ത സിന്തറ്റിക് പോളിമേഴ്സിന് സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് തെർമോ പ്ലാസ്റ്റിക് പോളിമേഴ്സ്. It is also known as thermo-softening plastic. While thermoset plastics are rigid, thermoplastic polymers are solid when cool, but they are pliable and can be molded above a certain temperature. അതായത് ഈ തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ആയിട്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അത് കൂൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മറ്റേതിനെ എന്ത് ചെയ്യുമായിരുന്നു? വളരെ ഹീറ്റൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനെ കൂൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് സോളിഡ് സ്റ്റേറ്റിലേക്കുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറും. പിന്നെ നമുക്ക് വെരി ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതിനെ പല പല ഷേപ്പിലേക്ക് മോൾഡ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. While thermoset plastics from irreversible chemical bonds when cured, the bonding in thermoplastics weaken with temperature. അതായത് നമ്മൾ ഈ ശരിക്കും ഈ തെർമോ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ കൂൾ ചെയ്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ നമുക്ക് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് പല പല എന്താ പറയുക പല പല ഷേപ്പിലേക്ക് മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഇതിനുള്ളിലെ ഈ തെർമോ പ്ലാസ്റ്റിക്കുകളുടെ ഉള്ളിലെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓരോരോ ഷേപ്പുകൾ ഇതിന് കൊടുക്കാനായിട്ട് സാധിക്കും. Unlike thermosets which decomposes rather than melt, thermoplastic melt into a liquid upon heating. പിന്നെ ഇതിനെ നമ്മൾ സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മളിതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരു ലിക്വിഡ് ഒരു മോൾട്ടൺ സ്റ്റേറ്റിലേക്കൊക്കെ നമുക്ക് ആക്കാനായിട്ട് സാധിക്കും. ഇനിയും തെർമോപ്ലാസ്റ്റിക്കുകളുടെ എക്സാമ്പിൾ എന്താണ്? അക്രിലിക്, നൈലോൺ, ടെഫ്ലോൺ, പോളിപ്രോപ്പിലീൻ, പോളികാർബണേറ്റ്, ABS ആൻഡ് പോളിത്തിലിൻ. അപ്പോൾ ഇതൊക്കെയാണ് തെർമോപ്ലാസ്റ്റിക്കിൻ്റെ എക്സാമ്പിൾ. അപ്പം പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ ആൻഡ് സിന്തറ്റിക്. അപ്പോൾ സിന്തറ്റിക്കിനെ തന്നെ നമ്മൾ വീണ്ടും കാറ്റഗറൈസ് ചെയ്തു, തെർമോസെറ്റ് പ്ലാസ്റ്റിക് ആൻഡ് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും എന്താണ് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഇനി പോളിമറൈസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ് ഓഫ് മോണോമേഴ്സ് ജോയിനിങ് ടുഗദർ ടു ഫോം എ പോളിമർ. ഓഫൺ ഇറ്റ് ടേക്സ് മെനി തൗസൻഡ്സ് ഓഫ് മോണോമേഴ്സ് ടു എ സിംഗിൾ പോളിമർ. നമ്മൾ പറഞ്ഞ റിയാക്ഷൻ തന്നെയാണ്. അതായത് പോളിമർ എന്താണെന്ന് വെച്ചാൽ ഒരു ലാർജ് മോളിക്യൂളാണ്, അതിനകത്ത് ഒരുപാട് മോണോമർ കാണും. അതിനകത്ത് റിപ്പീറ്റിംഗ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് മോണോമർ. ഇനിയും ഇങ്ങനെ മോണോമേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു വലിയ മോളിക്യൂളായ പോളിമർ ഉണ്ടാവുന്ന ആ ഒരു കെമിക്കൽ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നോർമലി ഒരു സിംഗിൾ പോളിമറിൽ തന്നെ തൗസൻഡ്സ് ഓഫ് മോണോമേഴ്സ് കാണുകയും ചെയ്യും. ഇനിയും 2 തരത്തിലുള്ള പോളിമറൈസേഷൻ റിയാക്ഷൻ പറയുന്നുണ്ട്, 2 ടൈപ്പിൽ, അഡിഷൻ പോളിമറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ റിയാക്ഷൻസ് ഉണ്ട്, അഡിഷൻ പോളിമറൈസേഷൻ ഓർ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ഈ അഡിഷൻ പോളിമറൈസേഷനെ തന്നെയാണ് ചെയിൻ റിയാക്ഷൻ പോളിമറൈസേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പം ഇനി അഡിഷൻ പോളിമറൈസേഷൻ എന്താണ്? നമ്മുടെ മോണോമേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. അങ്ങനെ ഫോം ചെയ്യുന്ന പോളിമറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡീഷൻ പോളിമറൈസേഷൻ അല്ലെങ്കിൽ പോളിമേഴ്സ് എന്ന് പറയുന്നത്.
നമ്മുടെ മോണോമേഴ്സ് പരസ്പരം ആഡ് ആവുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. ദേ ആർ യൂഷ്വലി ആൽക്കീൻസ് സച്ച് എസ് ഇത്തീൻ ആൻഡ് ട്രോപ്പീൻ. ആൽക്കീൻസ് ആക്ട് ആസ് എ മോണോമേഴ്സ് ബിക്കോസ് ദേ ഹാവ് ഡബിൾ ബോണ്ട്. അപ്പോൾ യൂഷ്വലി അല്ലെങ്കിൽ ഈ അഡീഷൻ പോളിമറൈസേഷൻ നടക്കണമെങ്കിൽ അവിടെ ഡബിൾ ബോണ്ടുള്ള ഡബിൾ ബോണ്ടുള്ള മോണോമേഴ്സിനായിരിക്കണം നമ്മൾ എടുക്കുന്നത്. കാരണം മോണോമേഴ്സും കാറ്റലിസ്റ്റും മാത്രമേ ഈ പോളിമറൈസേഷൻ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുള്ളൂ. അപ്പോൾ ഡബിൾ ബോണ്ടുള്ള ആൽക്കീൻസ്, നോർമലി ആൽക്കീൻസ് അതിനാണല്ലോ ഡബിൾ ബോണ്ടുള്ളത്. അപ്പോൾ അതിനെയായിരിക്കും നമ്മൾ ഈ ഒരു പോളിമറൈസേഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്: പോളിസ്റ്റൈറീൻ, പോളിഎത്തിലീൻ, പോളി അക്രിലേറ്റ്സ് ആൻഡ് മെത്താക്രിലേറ്റ്സ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ അഡീഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ വഴിയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോണോമേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ഡബിൾ ബോണ്ട് വേണം. ഇനിയും അതിൻ്റെ ഒരു മെക്കാനിസം, എങ്ങനെയാണ് ഈ അഡീഷൻ പോളിമറൈസേഷൻ നടക്കുന്നത്, ആ ഒരു മെക്കാനിസമാണ് കൊടുത്തിരിക്കുന്നത്. എന്താ പറയുക, വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ types of polymerization reactions is chain reactions or addition polymerization. This type of polymerization is a 3-step process involving 2 chemical entities. അതായത് 2 കെമിക്കൽ എൻറ്റിറ്റീസ് മാത്രം പങ്കെടുത്തുകൊണ്ട് 3 സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. The first simply known as monomers can be regarded as one of the link in the polymer chain. It initially exists as a simple unit. In nearly all cases, monomers have at least one carbon-carbon double bond. Ethylene is one of the monomer used to make a common polymer. അതായത് എത്തിലീനിൽ നിന്ന് എത്തിലീൻ മോണോമറായിട്ട് വരുന്ന ഇതിനകത്തു നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന പോളിമറാണ് പോളിയെത്തിലീൻ. കവറുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം അതിനകത്തെ മോണോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിലീനാണ്. നമ്മളൊരു കാറ്റലിസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 കെമിക്കൽ എൻറ്റിറ്റീസ് മാത്രം പങ്കെടുത്തുകൊണ്ട് ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന പോളിമറാണ് അഡീഷൻ പോളിമറൈസേഷൻ അല്ലെങ്കിൽ ചെയിൻ റിയാക്ഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഇതിനകത്ത് കാർബൺ ഡബിൾ ബോണ്ടുകളുള്ള മോണോമേഴ്സ് ആയിരിക്കണം വേണ്ടത്. അതായിരിക്കും നമ്മുടെ ഈ പോളിമർ ചെയിനിൽ ഒരു ലിങ്കേജ് അല്ലെങ്കിൽ ഒരു ലിങ്കിങ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മോണോമേഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ എത്തിലീനെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ മെക്കാനിസം എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് ആ 3 സ്റ്റെപ്പ് പ്രോസസ്സുകൾ എന്നൊക്കെ എത്തിലീനെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ പറയാൻ പോവാണ്. എത്തിലീൻ്റെ സ്ട്രക്ചർ എന്താണ്? CH ഡബിൾ ബോണ്ട് CH. അപ്പോൾ ഡബിൾ ബോണ്ട് ഉള്ള ഒരു മോണോമറിനെ നമ്മൾ എടുത്തു. അപ്പോൾ ഒരു കെമിക്കൽ എൻറ്റിറ്റിയായി അതാണ് നമ്മുടെ എത്തിലീൻ. ദ അതർ കെമിക്കൽ റിയാക്റ്റൻറ്റ് ഈസ് എ കാറ്റലിസ്റ്റ്. അടുത്ത കെമിക്കൽ എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. ഇൻ ചെയിൻ റിയാക്ഷൻ പോളിമറൈസേഷൻ ദ കാറ്റലിസ്റ്റ് ക്യാൻ ബി ഫ്രീ റാഡിക്കൽ പെറോക്സൈഡ് added in relatively low concentration. A free radical is a chemical component that contain a free electron that form covalent bond with an electron on other molecule. അതായത് നമ്മൾ ഈ അഡിഷൻ പോളിമറൈസേഷന് നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്രീ റാഡിക്കൽ പെറോക്സൈഡാണ്. അതായത് പെറോക്സൈഡുകൾ എടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ പെറോക്സൈഡുകൾക്ക് ഫ്രീ റാഡിക്കൽസിനെ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഒരു ഫ്രീ റാഡിക്കൽ? ഫ്രീ റാഡിക്കൽ ഈസ് എ കെമിക്കൽ കോമ്പോണൻറ്റ്. അതിനകത്ത് എന്തുണ്ടാകും? ഒരു ഫ്രീ ഇലക്ട്രോൺ കാണും. ആ ഫ്രീ ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു മോളിക്യൂളിലെ ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്ത് കോവാലൻ്റ് ബോണ്ട്സ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബേസിക്കലി ഫ്രീ റാഡിക്കൽ എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു ഫ്രീ ഇലക്ട്രോൺ കാണും. അതിന് മറ്റ് മോളിക്യൂൾസിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ഇലക്ട്രോണുമായിട്ട് പോയി കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനെയാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ അഡിഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡിഷൻ പോളിമറൈസേഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പെറോക്സൈഡ് ആണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അതിന് ഫ്രീ റാഡിക്കൽസിനെ ജനറേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയും അപ്പം the formation of free radical from an organic peroxide is given below. അപ്പം എങ്ങനെയാണ് ഒരു ഫ്രീ റാഡിക്കൽ ഒരു പെറോക്സൈഡിൽ നിന്നും ഒരു ഫ്രീ റാഡിക്കൽ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ 3 സ്റ്റെപ്പ് പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് അല്ല. നോക്കിയേ, ROOR എന്ന് പറയുന്ന ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അത് എന്താ ഡീകമ്പോസ് ചെയ്ത് RO റാഡിക്കൽ പ്ലസ് RO റാഡിക്കൽ എന്ന് പറയുന്ന 2 ഫ്രീ റാഡിക്കൽസ് അവിടെ ജനറേറ്റ് ചെയ്യും. ഈ വട്ടമിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫ്രീ ഇലക്ട്രോണിനെയാണ്. In chemical reaction, 2 free radicals have been formed from the 1 molecules of R2O2 the polymerization process. അതായത് ഇതിനകത്ത് R2O2 എന്ന് പറയുന്ന ഒരു മോളിക്യൂളിൽ നിന്നും 2 ഫ്രീ റാഡിക്കൽസ് ഈ ഒരു റിയാക്ഷനിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ എടുക്കുന്ന പെറോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡുകളൊക്കെയാണ്. H2O2 എന്നൊക്കെ ഫോർമുല ഉള്ള ഹൈഡ്രജൻ പെറോക്സൈഡാണ് നോർമലി
ഈ ഒരു റിയാക്ഷനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ R2 എന്ന് കാണിച്ചിരിക്കുന്നത് ജനറലൈസ് ചെയ്ത് കാണിച്ചു വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിഷ്യേഷൻ പ്രോസസ്സാണ്. The first step in the chemical reaction polymerization process, initiation, occurs when free radical reacts with a double bonded carbon monomers beginning the polymer chain. The carbon bonds breaks apart, the monomer bonds find to free radical and free electron is transferred to the outer carbon atom in this reaction. Okay, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. ഇനിഷ്യേഷനിൽ നമ്മുടെ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള മോണോമറിലേക്ക്, അതായത് ഇവിടെ എത്തിലീൻ്റെ കേസിലേക്ക് നമ്മുടെ ഈ ഫ്രീ റാഡിക്കൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാർബണിൽ, അപ്പോൾ കാർബണിൻ്റെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കാർബൺ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. എന്നിട്ട് രണ്ട് ഇലക്ട്രോൺ, അപ്പോൾ ഒരു ബോണ്ടെന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണല്ലോ. അപ്പോൾ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓരോ കാർബണിനും ഓരോ ഇലക്ട്രോണിനെ വെച്ച് കിട്ടും. അപ്പോൾ അതിൽ ഒരു കാർബണുമായിട്ട് വന്നിട്ട് നമ്മുടെ ഈ ഫ്രീ റാഡിക്കൽ വന്ന് അറ്റാക്ക് ചെയ്ത് അവിടെ ഒരു കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഒരു കാർബണിലെ ഇലക്ട്രോണിനോട് കൂടി മാത്രമേ ഒരു ഫ്രീ റാഡിക്കൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മറ്റേ കാർബൺ എന്തുമായിട്ട് ഇരിക്കുവാണ്, അടുത്ത ഒരു ഇലക്ട്രോണുമായിട്ട് ഇരിക്കുക. അതാണ് നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ ഡബിൾ ബോണ്ടഡ് ആയിരിക്കുന്ന എത്തിലീനിലേക്ക് വന്ന് ഫ്രീ റാഡിക്കൽ അറ്റാക്ക് ചെയ്യുന്നു. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓരോ കാർബണിനും ഓരോ ഇലക്ട്രോണിനെ വെച്ച് കിട്ടുന്നു. അതിലെ ഒരു കാർബണിനോട് കൂടി നമ്മുടെ ഫ്രീ റാഡിക്കൽ വന്ന് അറ്റാച്ച് ചെയ്ത് കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. മറ്റേ കാർബൺ ഫ്രീ ഇലക്ട്രോണോട് കൂടി തന്നെ ഇരിക്കുന്നു. അടുത്ത സ്റ്റെപ്പാണ് propagation. The next step in the process, propagation, is a repetitive operation in which the physical chain of the polymer is formed. The double bond of the successive monomers is opened up when the monomers is reacted to reactive polymer chain. The free electron is successively passed down the line of chain. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഇതിനകത്തു നിന്ന് എന്ത് ചെയ്യും, അപ്പോൾ ഈ ഉണ്ടായ യൂണിറ്റ് എന്ന് പറയുന്നത് വിത്ത് ഫ്രീ റാഡിക്കലോട് കൂടിയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽ എന്നിട്ട് എന്ത് ചെയ്യും, മറ്റുള്ള ഒരു എത്തിലീൻ മോളിക്യൂളിനോട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അവിടെ അപ്പോഴും എന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു ഫ്രീ റാഡിക്കൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് വീണ്ടും ചെന്ന് അടുത്ത മോണോമറിനോട് റിയാക്ട് ചെയ്യും. അപ്പോൾ വീണ്ടും ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നു, വീണ്ടും റിയാക്ഷൻ, വീണ്ടും ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ, അങ്ങനെ റിയാക്ഷൻ എന്ത് ചെയ്തു പോകുന്നു, പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നു. ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പഗേഷൻ. This reaction is able to occur continuously because the energy in the chemical system is lowered as the chain grows. Thermodynamically speaking, the sum of energies of the polymer is less than the sum of energies of the individual monomers. അതായത് തെർമോഡൈനാമിക്കലി നമ്മൾ ഈ ഒരു റിയാക്ഷനെ പറയുവാണെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്ന മോണോമേഴ്സിൻ്റെ എനർജിയെ കഴിഞ്ഞ് കുറവായിരിക്കും നമ്മുടെ പോളിമറിൻ്റെ എനർജി എന്ന് പറയുന്നത്. കാരണം എന്താണ്, സിംഗിൾ ബോണ്ട്സ് ഇൻ ദ പോളിമർ ചെയിൻസ് ആർ മോർ സ്റ്റേബിൾ ദാൻ ദ ഡബിൾ ബോണ്ട്സ് ഓഫ് ദ മോണോമേഴ്സ്. കാരണം എന്താണ്, സിംഗിൾ ബോണ്ടാണ്, നമ്മുടെ പോളിമേഴ്സിലുള്ള സിംഗിൾ ബോണ്ടാണ് കമ്പാരിറ്റീവ്ലി മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുക, അടുത്ത മോണോമറിനോട് കൂടി അറ്റാക്ക് ചെയ്യുക, വീണ്ടും ഫ്രീ റാഡിക്കൽ ജനറേഷൻ, വീണ്ടും അറ്റാക്ക് ഓഫ് മോണോമർ, അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് റിയാക്ഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പോകുന്നതാണ് നമ്മുടെ സെക്കൻഡ് പ്രോസസ്, ദാറ്റ് ഈസ് ദ പ്രൊപ്പഗേഷൻ റിയാക്ഷൻ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെർമിനേഷൻ റിയാക്ഷൻ. ടെർമിനേഷൻ occur when another free radical left over the original splitting of the organic peroxide meets at the end of the organic chain. This reaction proceeds a complete polymer chain. Termination can also occur when two unfinished chain bonds together, but termination is diagram below. അതായത് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ആദ്യമേ ഉണ്ടായ നമ്മൾക്ക് 2 ഫ്രീ റാഡിക്കൽസ് ആണല്ലോ ഉണ്ടായത്. അപ്പോൾ അതായത് പെറോക്സൈഡുകളിൽ നിന്ന് ഫോം ചെയ്ത 2 ഫ്രീ റാഡിക്കൽസ്, അതിൽ ഒന്ന് മാത്രമാണ് റിയാക്ഷനിൽ പങ്കെടുത്ത പ്രൊപ്പഗേഷൻ റിയാക്ഷനൊക്കെ നടന്നത്. ഒന്നെങ്കിൽ അതുമായിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ഉണ്ടായ മറ്റേ ഫ്രീ റാഡിക്കലുമായിട്ട് ജോയിൻ ചെയ്ത് റിയാക്ഷനെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന 2 റിയാക്ഷൻ ചെയിൻസ് തമ്മിൽ വേണമെങ്കിലും ഫ്രീ റാഡിക്കലോട് കൂടി ആയിരിക്കുമല്ലോ ഓരോ ചെയിൻസും നിൽക്കുക. അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ട് പ്രൊപ്പഗേഷൻ റിയാക്ഷനിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഇതുപോലെയുള്ള ലോങ്ങർ ആയിട്ടുള്ള 2 ചെയിൻസ് കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിലും ടെർമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഉണ്ടായ സെക്കൻഡ് പെറോക്സൈഡിൽ നിന്ന് ഫോം ചെയ്ത സെക്കൻഡ് റാഡിക്കലിനോട് കൂടി ചേർന്നിട്ട് വേണമെങ്കിലും റിയാക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും ഫൈനലി നമുക്കൊരു കംപ്ലീറ്റഡ് പോളിമർ ചെയിൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. This exothermic reaction occurs extremely fast, forming individual chains of polyethylene often less than
0.1 സെക്കൻഡ്. അതായത് 0.1 സെക്കൻഡിലും താഴെ സമയത്തിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്കൊരു പോളിത്തീൻ ചെയിൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഉണ്ടായി വരുന്ന പോളിമേഴ്സിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഒരുപാട് മോണോമേഴ്സ് യൂണിറ്റ് തമ്മിൽ ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി പോളിമേഴ്സിൻ്റെ എന്തായിരിക്കും? മോളിക്കുലാർ വെയിറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ പോളിമറൈസേഷൻ റിയാക്ഷൻ ഈസ് ഓൾവേസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും എല്ലാ പോളിമറൈസേഷൻ റിയാക്ഷൻ എന്നും പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് അഡിഷൻ പോളിമറൈസേഷനാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു മെക്കാനിസം കണ്ടു, എത്തിലീനിൽ നിന്ന് പോളി എത്തിലീൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത്. അതിനകത്ത് 2 എൻറ്റിറ്റീസ് മാത്രമേ ഉള്ളൂ, നമ്മൾ എടുക്കുന്ന മോണോമറും അതുപോലെ തന്നെ ഒരു കാറ്റലിസ്റ്റും. എത്തിലീൻ്റെ കേസിലാണെങ്കിൽ എത്തിലീനും പെറോക്സൈഡുമാണ് 2 കെമിക്കൽ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. 3 സ്റ്റെപ്പ് കളിലായിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഇനിഷ്യേഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ടെർമിനേഷൻ. ഓരോന്നിനകത്തും എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് പോളിമറൈസേഷനാണ്. ദാറ്റ് ഈസ് എ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ദിസ് ഈസ് വെൻ monomers join or polymers with a byproduct such as water, carbon dioxide or ammonia. This usually requires 2 different types of monomers that join alternately. Examples: polyester, polyamide, polyurethane and polysiloxane. അതായത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും 2 മോണോമേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തു. ഒരു മോണോമർ അല്ല, ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 മോണോമേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ മോളിക്യൂൾസ് അവിടെ നിന്നും എലിമിനേറ്റ് ചെയ്ത് പോകുക അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ റിയാക്ഷനെയാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പോളിസ്റ്റർ, പോളിയമൈഡ്, പോളിസിലോക്സിലിനൊക്കെ എക്സാമ്പിളാണ്. This polymerization method typically produces polymers of lower molecular weight than chain reactions and requires high temperatures to occur. അപ്പം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ ഒക്കെ വെയിറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. എന്ന് വെച്ചാൽ കമ്പയർ ടു ഫസ്റ്റ് ടൈപ്പിനെക്കാളും കുറവായിരിക്കും. കാരണം എന്താണ്? സ്മോൾ മോളിക്യൂൾസ് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. മാത്രമല്ല ഇത് നടക്കുന്നത് വെരി ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. Unlike addition polymerization, stepwise reactions involve 2 different types of difunctional monomers or N-group that react with one another forming a chain. അതായത് ഇതിലും ഈ പറഞ്ഞ മാതിരി തന്നെ അഡിഷൻ, ഇനിഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ എന്ന് പറയുന്ന 3 സ്റ്റെപ്പ് തന്നെ ഉണ്ട്. അങ്ങനെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷേ അവിടെ നിന്നും ചെറിയ ചെറിയ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെയാണ് അവിടെ ചെയിൻ ഫോർമേഷൻ നടക്കുന്നത്. Below is the example of the formation of nylon 66, a common polymeric clothing material involving one each of 2 monomers, hexamethylene diamine and adipic acid. അതായത് എക്സാമ്പിൾ നൈലോൺ 66 എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ് മെറ്റീരിയലിൻ്റെ ഫോർമേഷനാണ്. അത് നമ്മൾ ആ നൈലോൺ 66 വളരെ ഇൻഡസ്ട്രിയലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിമറാണ് നൈലോൺ 66 എന്ന് പറയുന്നത്. അതൊരു കണ്ടൻസേഷൻ റിയാക്ഷൻ വഴി ഫോം ചെയ്യുന്ന ഒരു പോളിമറാണ്. അങ്ങനെയാണെങ്കിൽ അതിന് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള മോണോമേഴ്സ് വേണം. അതിന് 2 ഡിഫറെൻറ്റ് മോണോമേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഹെക്സാമെഥിലിൻ ഡൈയമൈനും ഒന്ന് അഡിപ്പിക് ആസിഡുമാണ്. അങ്ങനെയാണ് നമുക്ക് നൈലോൺ 66ൻ്റെ ഡൈമറായിട്ടായിരിക്കും അത് ഫോം ചെയ്യുക. ഇതാണ് അതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. നോക്കി, ഹെക്സാമെഥിലിൻ ഡൈയമൈനും അഡിപ്പിക് ആസിഡും കൂടെ ചേർന്ന് അവിടെ നിന്നും എലിമിനേറ്റ് ചെയ്ത് പോകുന്ന ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന വാട്ടറാണ്. നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകുന്നതെന്ന്. അതിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് നൈലോൺ 66 അല്ലെങ്കിൽ ഹെക്സാമെഥിലിൻ അഡിപ്പമൈഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. കോമൺ നെയിം ആണെങ്കിൽ ട്രേഡ് നെയിമാണ് നൈലോൺ 66 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ റിയാക്ഷൻ കൊടുത്തിരിക്കുന്നത്. At this point, the polymer could grow in either direction by bonding to another molecule of hexamethylene diamine or adipic acid or to another dimer. As chain grows, the short chain molecules are called oligomers. അപ്പോൾ ഷോർട്ട് ചെയിൻ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ഒലിഗോമേഴ്സ്. അതായത് ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ഷോർട്ട് ചെയിൻ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ഒലിഗോമേഴ്സ്. This reaction process can theoretically continue until no further monomers and reactive N groups are available. അപ്പോൾ എത്ര സമയം വരെ ഈ റിയാക്ഷൻ നടക്കും? റിയാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മോണോമേഴ്സും അല്ലെങ്കിൽ ഒരു റിയാക്റ്റീവ് എൻ ഗ്രൂപ്പ്സും അവൈലബിൾ അല്ലാത്ത സമയം വരെ ഇങ്ങനെ റിയാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. The process however is relatively slow and can take up to several hours or days. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കാരണം
ഒരു മോണോമേഴ്സും കിട്ടാത്ത അത്രയും സമയം റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിന് അതനുസരിച്ചുള്ള ടൈം എടുക്കുകയും ചെയ്യും. അപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ് ഈ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ടിപ്പിക്കലി ദിസ് process breeds lean chains that can strung out without any cross linking or branching unless a trifunctional monomer is added. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ചൊരു ബ്രാഞ്ചിങ്ങോ അല്ലെങ്കിൽ ക്രോസ് ലിങ്കിങ്ങുകളോ ഒന്നും നടക്കുന്നില്ല. ഇഫ് നമ്മൾ മൂന്നാമതൊരു മോണോമർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് ബ്രാഞ്ചിങ്ങോ അല്ലെങ്കിൽ ക്രോസ് ലിങ്കിങ്ങോ ഒക്കെ നടക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇൻ കേസ് നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈ 2 മോണോമേഴ്സ് മാത്രമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ക്രോസ് ലിങ്കിങ്ങുകളോ ബ്രാഞ്ചിങ്ങുകളോ ഒന്നും തന്നെ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ റിയാക്ഷനിലെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഒരു ഫിഗർ പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അഡിഷൻ പോളിമറൈസേഷൻ, അതായത് ഹൈ പ്രഷർ പിന്നെ ഹീറ്റ് വേണം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. കണ്ടൻസേഷൻ നമ്മൾ കണ്ടത് ഞാൻ പറഞ്ഞ എന്താണ്, ഇത് നൈലോൺ 666 ആണ്. ഇത് ജനറലായിട്ടുള്ള ഒരു ഫിഗർ റെപ്രസെൻറ്റേഷനും കൂടെ. ഇതും എക്സാമ്പിൾസായിട്ട് ഇത് എഴുതിയാലും മതി. നൈലോൺ 66 കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജനറലായിട്ടുള്ളത് എഴുതിയാലും ശരി തന്നെയാണ്, തെറ്റൊന്നുമില്ല. അപ്പോൾ അഡീഷൻ പോളിമറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ്റെ ഒരു ജനറലായിട്ടുള്ളൊരു മെക്കാനിസം അതിൻ്റെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സം കോമൺ അഡീഷൻ പോളിമേഴ്സ്, കുറച്ച് കോമൺ ആയിട്ടുള്ള അഡീഷൻ പോളിമേഴ്സിൻ്റെ ലിസ്റ്റും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പോളിയെത്തിലീൻ, അതിൻ്റെ മോണോമർ എന്താണ്, പോളിമർ എന്താണ്, അതിൻ്റെ യൂസസ് എന്താണെന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോളിപ്രൊപ്പിലീൻ, പോളിസ്റ്റൈറീൻ, PVC, ടെഫ്ലോൺ, പിന്നെ പോളി അക്രിലോ നൈട്രൈൽ എന്ന് പറയുന്ന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ യൂസസ്, അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം സാധനം തന്നെയാണ്. പക്ഷെ അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ നമുക്കറിയില്ല. നോക്കിയാൽ ബോട്ടിൽസ്, ഫൈബേഴ്സ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ കാർപ്പറ്റുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പോളിപ്രൊപ്പിലീൻ കൊണ്ടാണ്. ഡെയിലി നമ്മൾ കാണുന്നതാണ്, പക്ഷേ നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും ഇതെല്ലാം ഉണ്ടായി വരുന്നത്, ഇതല്ലെങ്കിൽ ഇതെല്ലാം പോളിമറാണെന്ന് മേ ബി നമുക്കറിയായിരിക്കും അതിൻ്റെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ. പക്ഷേ എന്താണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും മോണോമേഴ്സ്, പോളിമേഴ്സ്, യൂസസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അഡീഷൻ പോളിമേഴ്സ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരു പോളിമേഴ്സ് എന്ന് പറയുന്ന 4th യൂണിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ടാണ് പറഞ്ഞത്. അതായത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, പോളിമേഴ്സ് എന്താണെന്ന് കണ്ടു, 2 ടൈപ്പ് ഓഫ് പോളിമേഴ്സ് കണ്ടു, പിന്നെ പോളിമറൈസേഷൻ എന്താണെന്ന് കണ്ടു, 2 ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ റിയാക്ഷൻസ് എന്താണെന്ന് കണ്ടു വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ ഇന്നത്തെ ഒരു ലെക്ചറിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.